ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്, സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. LDF സ്ഥാനാർത്ഥി എം സ്വരാജിന് പിന്തുണയെന്ന് അഖില ഭാരത ഹിന്ദു മഹാസഭ. നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സംസ്ഥാന പ്രസിഡന്റ് സ്വാമി ദത്താത്രേയ സായി സ്വരൂപ്നാഥ് പിന്തുണ പ്രഖ്യാപനം നടത്തിയത്. മതേതരത്വ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷം ഇക്കാര്യത്തിൽ കാണിക്കുന്ന ആത്മാർത്ഥതയാണ് LDFനെ പിന്തുണയ്ക്കാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ പിന്തുണ LDFന്റെ എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥിക്കാണ്. അഖില ഭാരത ഹിന്ദു മഹാസഭ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല, ഇവിടെ പിൻവലിച്ചിട്ടും ഇല്ല ഹിന്ദു മഹാസഭ. കാരണം കഴിഞ്ഞ കാലങ്ങളിലും അഖില ഭാരത ഹിന്ദു മഹാസഭ LDFന്റെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ നിലവിലുള്ള പിന്തുണച്ച ഭരണം വരേണ്ട നാടിന്റെ ആവശ്യമാണ്. കാരണം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, അതോടൊപ്പം വർഗീയ വിഷയങ്ങളോ വർഗീയ കലാപങ്ങളോ ഇല്ലാത്ത 10 വർഷം. കാരണം അത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് കൂടിയാണ്. കാരണം നാടിന്റെ ആവശ്യം ആണ് വികസന പ്രവർത്തനം. അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടും അത് ഹൈവേ ആയാലും മറ്റ് പ്രവർത്തനങ്ങളായാലും എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം ആവശ്യമാണ്. അതുകൊണ്ടാണ് അഖില ഭാരത ഹിന്ദു മഹാസഭ LDFന്റെ കൂടെ നിൽക്കുന്നത്, അതിന് പിന്തുണ നൽകുന്നത്. അപ്പൊ അഖില ഭാരത ഹിന്ദു മഹാസഭയാണ് അയോധ്യ കേസ് ഉൾപ്പെടെ നടത്തി മുന്നോട്ട് കൊണ്ടുവന്നത്. ഇന്ന് ആ കേസിന്റെ നടത്തി വന്നതും ഇന്ന് നിലവിലുള്ള കേസ് കംപ്ലീറ്റ് നടത്തി വന്നതെല്ലാം ഹിന്ദു മഹാസഭയാണ്. അതിലൊരു ഭാഗം ഭരണത്തിലേക്കും ഹിന്ദു മഹാസഭ ഉൾപ്പെടുത്തണമെന്ന് കോടതി വിധി ഉണ്ടായി. എന്നാൽ ഇന്ന് ഇതുവരെയായിട്ട് BJP അതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങള് എന്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ ഞങ്ങൾ എല്ലാ സംഘടനകളായിട്ടും എല്ലാ മതസംഘടനകളുമായിട്ടും എല്ലാ ജാതി സംഘടനകളായിട്ടും ഒരുമിച്ച് തന്നെയാണ് അഖില ഭാരത ഹിന്ദു മഹാസഭ പ്രവർത്തിക്കുന്നത്. ഒരു വർഗീയമായിട്ടുള്ള ഒരു ഹിന്ദു മഹാസഭ രാഷ്ട്രീയ സംഘടനയാണ്. NDAയുടെ ഭാഗമല്ല, അല്ല, ഒരിക്കലും ഭാഗമായിട്ടില്ല. ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു. വാജ്പേയി മന്ത്രിസഭയില് മന്ത്രി ഉണ്ടായിരുന്നു. 1915 15 MP-മാര് ഉണ്ടായിരുന്നു ഹിന്ദു മഹാസഭ. 15 MP-മാരുണ്ടായിരുന്നു 1915. 1882 ഹിന്ദു മഹാസഭ സ്ഥാപിക്കുന്നത്. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയാണ് സ്ഥാപിച്ചത്. ഇന്ന് 30ാമത്തെ പ്രസിഡന്റാണ് ഇന്നുള്ള സ്വാമി ചക്രപാണി മഹാരാജ്. നിലവിൽ ഇപ്പോൾ MP ഇല്ല. ഹിന്ദു മഹാസഭയുടെ MP ആയിരുന്നു നേരത്തെ. കൊണ്ടാണ് ഇദ്ദേഹം നമ്മുടെ ഹിന്ദു മഹാസഭയുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു യോഗി ആദിത്യനാഥ്. അദ്ദേഹത്തിന്റെ ഗുരു ഹിന്ദു മഹാസഭയുടെ MP ആയിരുന്നു. ഇപ്പൊ നിലവിലില്ല. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് ഒരു വർഗീയ പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോയത് LDF സർക്കാരിന്റെ മികവാണ്. മതേതരത്വ നിലപാടാണെന്നും അഖില ഭാരത ഹിന്ദു മഹാസഭയ്ക്കുള്ളതെന്നും പ്രസിഡന്റ് പറഞ്ഞു. ചിലർ ഹിന്ദു മഹാസഭയുടെ പേരിൽ ചില പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. ഇതിനെ സംഘടനയുമായി ബന്ധമില്ല. സ്വാമി ഭദ്രാനന്ദയ്ക്ക് ഈ സംഘടനയുമായി ബന്ധമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്, സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.